ത്രിയേക അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്തിക്ക് ശേഷം 8ാമത്തെ ഞായറാഴ്ച. ഇന്ന് ദിവസം എവങ്കേലിയോൻ മേശയിൽ വിശുദ്ധ കുർബാനയിൽ നാം വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ ആണ്. ഇവിടെ കർത്താവ് വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ ആണ് പറയുന്നത്. പശ്ചാത്തലം നാം നോക്കുമ്പോൾ യേശു ശിഷ്യന്മാരെയും കൂട്ടി പുരുഷാരത്തെ ഗലീല കടൽ തീരത്ത് വെച്ച് ഉപദേശിക്കുവാൻ തുടങ്ങിയതായാണ്. വിത്ത് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, പറവകൾ തിന്നു കളഞ്ഞു. പാറസ്ഥലത്ത് വീണു, മണ്ണിൽ താഴ്ച ഇല്ലായിക്കാൽ ക്ഷണത്തിൽ മുളച്ചു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായിക്കാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള മുളച്ചു വളർന്നു, വിത്തിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണു, മുളച്ചു വളർന്നു, ഫലം കൊടുത്തു. 30, 60, 100 മേനിയായി വിളഞ്ഞു. വിതയ്ക്കുന്നത് പോലെ തന്നെയാണ് സുവിശേഷം, വചന പ്രഘോഷണം, വചന ശുശ്രൂഷ, വചനം പങ്കിടിയിൽ സംഭവിക്കുന്നത്. നമ്മളെല്ലാവരും കേൾക്കുന്നു, എന്നാൽ എല്ലാവരും ഗ്രഹിക്കുന്നില്ല. വഴിയരികെ വീണു എന്നത് കേട്ട ഉടനെ സാത്താൻ വന്നു ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ ആണ്. എങ്കിലും അവരുടെ ഉള്ളിൽ വേരില്ലാത്തതിനാൽ ക്ഷണികന്മാർ ആകുന്നു. വചനം നിമിത്തം ഉപദേശമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നവരാണ്. അടുത്തത് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിലെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്പ്രദമാക്കുന്ന പ്രക്രിയ ആണ് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. നല്ല മണ്ണിൽ വിതയ്ക്കുന്നതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30, 60, 100 മേനിയായി വിളയുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ്. 1, വചനം വായിച്ചു കൊണ്ടിരിക്കണം. 2, ഉറച്ച മനസ്സോടുകൂടി ദൈവത്തെ അനുസരിച്ച് ജീവിപ്പാൻ നാം ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 3, വീട് ഒരു മന്ദിരം, പള്ളി, പള്ളിക്കൂടം, പ്രാർത്ഥനാലയം ആയിരിക്കണം എന്നുള്ളതാണ്. മാതാപിതാക്കൾ ഗ്രഹിക്കേണ്ടത് മക്കൾക്ക് ശരിയായ ശിക്ഷണം കൊടുക്കണം എന്നതാണ്. സദൃശ്യവാക്യം 22:6 പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. മക്കൾ മനസ്സിലാക്കേണ്ടത് സദൃശ്യവാക്യം 1-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. 8ാമത്തെ വാക്യത്തിൽ മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത് എന്നാണ്. കുടുംബത്തിലുള്ളവർ മനസ്സിലാക്കേണ്ടത് 128-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വേദഭാഗമാണ്. ഒരു സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദഭാഗമാണ് ഇത്. ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, ഈ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്തെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നാം ഇന്നത്തെ വചനം ശ്രവിച്ച് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കി ബാക്കി ജീവിതം ജീവിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.